ഈ ഒരു വാർത്ത കണ്ടോ? മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിച്ച് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ എറണാകുളത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് മാധ്യമങ്ങളെ ആരെയും കയറ്റണ്ട എന്ന് അവിടെയുള്ള ജീവനക്കാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ടത്രേ. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പൊ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യസ്ഥതയും അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഉത്തരം നൽകാതെ ഇരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പിന്നെ അദ്ദേഹം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് അമിതമായിട്ട് ഇടിച്ചു കയറാൻ മാധ്യമങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസുകളിൽ അദ്ദേഹം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്തുമൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് അമിതമായി കടന്നു കയറാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാധ്യമങ്ങളോട് പുറത്തു പോകാനായിരുന്നു മന്ത്രിയുടെ ആജ്ഞ. മാധ്യമങ്ങളെ പുറത്താക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഗസ്റ്റ് ഹൗസ് പ്രതിനിധികൾ പറഞ്ഞു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? ജനങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇതൊക്കെ? ഇത് തന്നെയാണോ പിന്നില്ല? അതായത് ജീവനക്കാരൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസത്തെ മാത്രമാണോ അതോ സാറേ ഇന്ന് മാത്രമാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? അതെനിക്കറിയില്ല. എന്തായാലും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. സാറേ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? അല്ല, മാധ്യമപ്രവർത്തകരോട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞോളൂ സാർ. അപ്പൊ അദ്ദേഹം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റും വളയുകയും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയുന്നില്ല, ആരോടും ദേഷ്യപ്പെടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരാണ് മാധ്യമങ്ങളോട് പറയുന്നത് കയറരുത്, അദ്ദേഹം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് മാധ്യമങ്ങളെ കടത്തിവിട്ടില്ല. കടത്തിവിടാതിരിക്കാനുള്ള കാരണം ഉറപ്പായിട്ട് സുരേഷ് ഗോപി സാർ തന്നെ നിർദ്ദേശം കൊടുത്തതായിരിക്കാം ആരെയും കടത്തിവിടണ്ട എന്ന്. അങ്ങനെ നിർദ്ദേശം കൊടുക്കാനുള്ള അവകാശം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട്. കാരണം പുള്ളിയുടെ പേഴ്സണൽ സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് മാധ്യമങ്ങൾ കടന്നു വരണ്ട, അവരെ വെളിയിലേക്ക് നിർത്തൂ എന്ന് പറയാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. അതെല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഈ മാധ്യമപ്രവർത്തകര് ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ്. ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ചാണ് ഈ മാധ്യമപ്രവർത്തകര് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പൊ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണോ ഈ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. പല മാധ്യമങ്ങളും അവരുടെ ഇഷ്ടാനുസരണം, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് വാർത്തകളെ വളച്ചൊടിച്ച് അവർക്ക് തോന്നുന്നത് പോലെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പുള്ളി പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും വളച്ചൊടിച്ച് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളോട് പുള്ളിക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. 24 മണിക്കൂറും ഒരു വ്യക്തിയെ മാത്രം വളഞ്ഞിട്ട് ആ വ്യക്തിയുടെ ചുറ്റും മാത്രം നടന്ന് ആ വ്യക്തിയുടെ വായ്ക്കകത്തോട്ട് ഇങ്ങനെ കമ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോകും. പുള്ളി ഒരു മനുഷ്യനാണ്, ഒരു കേന്ദ്രമന്ത്രിയാണ് എങ്കിൽ പോലും പുള്ളി ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ മാധ്യമങ്ങളെ നിയന്ത്രിച്ച ഈ ഒരു സംഭവത്തിൽ എനിക്ക് വിയോജിപ്പൊന്നും തോന്നുന്നില്ല. കാരണം അത് ശരിയായിട്ടുള്ള നടപടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പബ്ലിക്കിന്റെ മുമ്പിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വായ്ക്കകത്തോട്ട് കോലിട്ടിളക്കാതിരിക്കുക. അദ്ദേഹം ഉത്തരം പറയാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഉത്തരം പറയാതിരിക്കാനും മൗനം പാലിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മാധ്യമപ്രവർത്തകർക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് മാത്രം മാധ്യമപ്രവർത്തകർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും വരില്ല. ഇതേ സംഭവം തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ സാർ, അദ്ദേഹം ഇതേ രീതിയിൽ മാധ്യമങ്ങളോട് പെരുമാറിയിട്ടുണ്ട്.
ഇതേ ഒരു അസഹിഷ്ണുതയിലാണ് അദ്ദേഹവും മാധ്യമങ്ങളോട് പെരുമാറാറുള്ളത്. മാധ്യമപ്രവർത്തകരെ വലിയ വകയൊന്നും വെക്കാറില്ല നമ്മുടെ ചീഫ് മിനിസ്റ്റർ. അതെന്തുകൊണ്ടാണ്? കാരണം ഇവർക്കൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. അവരൊക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മിണ്ടാതിരിക്കാനും മറുപടി പറയാതിരിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് അമിതമായിട്ട് ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കും ഇല്ല.